US-ൽ എന്താണ് സംഭവിക്കുന്നത്? അത്ര നല്ല വാർത്തകളല്ല ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. ട്രംപിൻ്റെ രണ്ടാം ഊഴം തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുന്നു. ട്രംപിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഓരോന്നായി കോടതി വെട്ടിനിരത്തുന്നു. വിദേശ നയം യൂറോപ്പിനെ പോലും ശത്രുതയിലാക്കിയിരിക്കുന്നു. റഷ്യയുമായി തോളിൽ കൈയിടാൻ ശ്രമിച്ചു, നടന്നില്ല. പുടിൻ ബുദ്ധിമാനാണ്, ഒഴിഞ്ഞു മാറി. യമനിൽ വെറുതെ കയറി ചൊറിഞ്ഞു, ഹൂതികൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനുമായും കൊമ്പ് കോർത്തു. അങ്ങനെ രണ്ടാം വരവിൽ ട്രംപ് കുളം കലക്കുകയാണ്. ട്രംപിൻ്റെ പകരച്ചുങ്കം ലോകത്തെ അടിമുടി ഉലച്ചു. വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്ന അവസ്ഥയിലാണിപ്പോൾ. നീക്കത്തെ ന്യായീകരിക്കാൻ ഓരോന്ന് പറയുന്നുണ്ട് ട്രംപ്. പക്ഷെ അതൊന്നും ഏശുന്നില്ല. US-ൽ പോലും അതിശക്തമായ പ്രതിഷേധം ട്രംപിനും മസ്കിനുമെതിരെ നടക്കുന്നു. വ്യവസായിയായ ട്രംപ് കൈപൊള്ളിയ അവസ്ഥയിലാണ്. രാഷ്ട്രീയ വിവാദങ്ങൾ മസ്കിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തെ ഉലയ്ക്കുമോ? ട്രംപിൻ്റെ പല വിവാദ നീക്കങ്ങൾക്കും പിന്നിൽ മസ്കിൻ്റെ തലച്ചോറുണ്ട്. ട്രംപിൻ്റെ മുഖ്യ ഉപദേശകനാണ് മസ്ക്. പുതുതായി രൂപീകരിച്ച ഗവൺമെന്റ് എഫിഷ്യൻസ് വകുപ്പിന്റെ തലവനാണ് മസ്ക്. സർക്കാർ സ്ഥാപനങ്ങളിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയതിന് പിന്നിൽ മസ്കാണ്. ട്രംപിനും മസ്കിനും എതിരെയാണ് ജനരോഷം ഇരമ്പുന്നത്. ട്രംപിന്റെ ടെസ്ല ഷോറൂമുകളിലും പ്രതിഷേധം അരങ്ങേറി. വലിയ സെൻസേഷനായി ഉയർന്നു വന്ന ടെസ്ലയ്ക്ക് പ്രതിഷേധങ്ങൾ വലിയ തിരിച്ചടിയാകുമെന്ന് ട്രംപ് ഭയക്കുന്നുണ്ടാവാം. പ്രത്യേകിച്ച് യൂറോപ്പുമായുള്ള ഭിന്നത തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന് മസ്കിന് ആശങ്കയുണ്ട്. മസ്കിന്റെ തീവ്ര വലത് നിലപാടുകൾ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ മസ്ക് മലക്കം മറിഞ്ഞെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. US-ലുടനീളം ട്രംപിനും മസ്കിനുമെതിരെ ഉയരുന്ന ഹാൻഡ്സ് ഓഫ് പ്രതിഷേധങ്ങൾ മസ്കിനെ അസ്വസ്ഥമാക്കുന്നുവെന്ന് വ്യക്തം. മസ്കിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഇത് മനസ്സിലാക്കാം. X-ലൂടെ പ്രതിഷേധത്തിന്റെ വീഡിയോകൾ പങ്കുവച്ചുകൊണ്ടാണ് മസ്ക് പ്രതികരിച്ചത്. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് മസ്കിന്റെ ആരോപണം. എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് പ്രതിഷേധക്കാർക്ക് പോലും അറിയില്ലെന്നാണ് മസ്ക് പരിഹസിച്ചത്. അതിനിടയിലും ട്രംപിന്റെ താരിഫ് പരിഷ്കരണത്തിനെതിരെ ട്രംപ് രംഗത്ത് വന്നു. യൂറോപ്പുമായി താരിഫ് ഒഴിവാക്കണമെന്നാണ് മസ്ക് ആവശ്യപ്പെട്ടത്. ഇറ്റലിയിലെ വലതുപക്ഷ ലീഗ് പാർട്ടി സംഘടിപ്പിച്ച ഒരു വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കവേ US-ഉം യൂറോപ്പും താരിഫ് പൂർണ്ണമായും ഇല്ലാതാക്കാനായി പ്രവർത്തിക്കണമെന്ന് മസ്ക് പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ യൂറോപ്പും അമേരിക്കയും താരിഫ് ഒഴിവാക്കണം. മാത്രമല്ല സ്വതന്ത്ര വ്യാപാര മേഖല സൃഷ്ടിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു, മസ്ക് പറഞ്ഞു. ആളുകൾ യൂറോപ്പിൽ അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അവരെ അങ്ങനെ ചെയ്യാൻ അനുവദിക്കണം. ഇത് പ്രസിഡന്റിനുള്ള തന്റെ ഉപദേശമാണെന്നും മസ്ക് വ്യക്തമാക്കി. പിന്നാലെ മസ്കിനെതിരെ വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ രംഗത്തു വന്നു. ദേശീയ നയത്തെക്കാൾ ടെസ്ലയുടെ ലാഭത്തിനാണ് ഇലോൺ മസ്ക് മുൻഗണന നൽകുന്നതെന്ന് പീറ്റർ നവാരോ ആരോപിച്ചു. മസ്ക് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണെന്നും നവാരോ തുറന്നടിച്ചു. ടെസ്ലയുടെ ഫാക്ടറികൾ ടെക്സസ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കമ്പനിയുടെ വിതരണ ശൃംഖല ആഗോള തരത്തിലുണ്ടെന്നും നവാരോ പറഞ്ഞു. ടെസ്ലയുടെ ബിസിനസ് ചൈന, മെക്സിക്കോ, ജപ്പാൻ, തായ്വാൻ എന്നിവിടങ്ങളിലാണെന്നും നവാരോ പറഞ്ഞു. അതായത് മസ്കിന്റെ നയമാറ്റത്തിന് കാരണം സ്വന്തം ബിസിനസ് താൽപര്യങ്ങളാണെന്നാണ് നവാരോ തുറന്നടിച്ചത്. ട്രംപ് സർക്കാരിൽ പാളയത്തിൽ പട തുടങ്ങി. ഇനി എന്താണ് സംഭവിക്കുക? കാത്തിരുന്ന് കാണാം.